ലോക സിനിമ തിരുവനന്തപുരത്തേക്ക് ചുരുങ്ങിയ 9 ദിനരാത്രങ്ങൾക്ക് ശേഷം കേരളത്തിന്റെ 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് ഔപചാരിക സമാപനമാവുകയാണ്. 12-ന് തിരിതെളിഞ്ഞ മേള രാജ്യത്തിനകത്തും പുറത്തും നിന്നുള്ള ശ്രദ്ധേയരായ ചലച്ചിത്ര പ്രവർത്തകരുടെയും ആയിരക്കണക്കിന് പ്രേക്ഷകരുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയവുമായി. യഥാർത്ഥത്തിൽ കക്ഷിഭേദങ്ങളോ ജാതിമത വ്യത്യാസങ്ങളോ ഇല്ലാതെ ഒരു നാടിന്റെ ഉത്സവമാകുന്നതാണ് കേരളത്തിന്റെ ചലച്ചിത്രമേള. സിനിമ ആസ്വദിക്കാനെത്തിയവർ മറ്റെല്ലാ ലോകോത്തര മേളകളോടും താരതമ്യം ചെയ്ത് മികച്ചതെന്ന് പ്രകീർത്തിക്കുന്നതാണ് ഇതിനു മുമ്പുള്ളവയെ പോലെ 30ാമത് കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേളയും. പ്രതിരോധം, സ്ത്രീപക്ഷ നിലപാടുകൾ, മതേതര കാഴ്ചപ്പാട്, യുദ്ധവിരുദ്ധത, പ്രവാസ ജീവിതത്തിന്റെയും സാധാരണ മനുഷ്യരുടെയും ധർമ്മസങ്കടങ്ങൾ, അവസാനിക്കാത്ത പ്രതീക്ഷകളുമായി ജീവിക്കുന്ന അഭയാർത്ഥി മനുഷ്യരുടെ ദുരിതങ്ങൾ എന്നിവയുടെ പ്രതിഫലനങ്ങളാണ് ചലച്ചിത്രമേളയിൽ എത്തുന്ന സിനിമകളുടെ പ്രത്യേകത. ഇതിലൂടെ കേരളത്തിന്റെ പുരോഗമന നിലപാടുകളുടെ പ്രഖ്യാപനവുമാകുന്നു. ഇതിവൃത്തത്തിന്റെ പ്രാധാന്യത്തോടൊപ്പം സാങ്കേതികത്വവും സമ്പൂർണതയും കലാമേന്മയുമെല്ലാം ഒരുപോലെ പരിഗണിച്ചാണ് മേളയിലേക്കുള്ള സിനിമകളുടെ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ 30 വർഷം തുടർച്ചയായി മുന്നേറുന്ന മേള ഇതര മേളകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. 80-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 200-ലധികം ചിത്രങ്ങളാണ് വിവിധ വിഭാഗങ്ങളിലായി മേളയിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത്. ലോകമെമ്പാടുമുള്ള 57 സിനിമകൾ ഉൾപ്പെടുന്ന ലോക സിനിമ ആഗോളവൽക്കരണം, പലായനം, സ്വത്വം എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുള്ളത്. പഴയകാലം, സമകാലികം, സമാന്തരം എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായി തിരിച്ചാണ് ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തിയത്. മലയാളം, ഇന്ത്യ, സർവ്വദേശീയം എന്നിങ്ങനെ വിവിധ വിഷയങ്ങളായി തിരിച്ചുള്ള സംവാദങ്ങളും മേളയുടെ ഭാഗമായി. മത്സര വിഭാഗത്തിലെത്തിയ ചിത്രങ്ങൾ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. വിവിധ പ്രമേയങ്ങളെ മുൻനിർത്തി ഫീമെയിൽ ഫോക്കസ്, ലാറ്റിൻ അമേരിക്കൻ പാക്കേജ്, കൺട്രി ഫോക്കസ്, വിയറ്റ്നാം ഫെസ്റ്റിവൽ ഫേവറേറ്റ്സ്, കെലഡോസ്കോപ്പ് തുടങ്ങിയ പാക്കേജുകൾ പ്രേക്ഷകർക്കായി ഒരുക്കി. പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന ഹോമേജ് വിഭാഗവും ഉണ്ടായി. ചലച്ചിത്ര തരംഗം കൈവരിച്ച തളർച്ചകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കും ഭാവിയിൽ കൈവരിക്കുന്ന മുന്നേറ്റത്തെയും പ്രതിസന്ധികളെയും അനാവരണം ചെയ്യുന്ന ചർച്ചകളും എല്ലാമായപ്പോൾ കേരള അന്താരാഷ്ട്ര ചലച്ചിത്രമേള വേറിട്ട അനുഭവമായെന്നാണ് ആസ്വാദകർ ഒരുപോലെ സമ്മതിക്കുന്നത്. അതേസമയം കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരിന് കീഴിലെ സാംസ്കാരിക വിഭാഗങ്ങളുടെ തടസ്സങ്ങളും ചില സിനിമകൾക്ക് പ്രദർശനാംഗീകാര നിഷേധവുമെല്ലാം മേളയെ വിവാദത്തിലുമാക്കി. അടുത്തിടെ നടന്ന ഗോവ ചലച്ചിത്രമേളയെ ശ്രദ്ധേയമാക്കിയത് അതിന്റെ പിന്തിരിപ്പൻ സ്വഭാവമായിരുന്നു. കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന കക്ഷിയുടെ പതിപ്പ് തന്നെയാണ് ഗോവയിലും എന്നതിനാൽ മതേതരത്വം, ജനാധിപത്യം, സ്ത്രീപക്ഷ എന്നിവയെല്ലാം അവിടെ മേളയുടെ അജണ്ടയ്ക്ക് പുറത്തായി. പ്രദർശനത്തിന് തെരഞ്ഞെടുത്ത സിനിമകൾ തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയുടെയും മാനദണ്ഡങ്ങളുടെയും പരിധിയിൽ വരുന്നവ ആകണമെന്ന അധികാരവാശി സിനിമകളുടെ ഗുണനിലവാരത്തെ ബാധിക്കുകയും ചെയ്തു. മേളയെ തങ്ങളുടെ ആശയ പ്രചാരണത്തിനുള്ള ഉപാധിയാക്കിയപ്പോൾ നല്ല സിനിമകൾ കാണാനെത്തിയവർ നിരാശരായി. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പങ്കാളിത്തവും മോശമായി. പങ്കെടുക്കുക വലിയ കടമ്പകൾ കടന്നു വേണം എന്നത് തന്നെ ആസ്വാദകരെയും സിനിമാ പ്രവർത്തകരെയും അകറ്റുന്നതാണ്. ഇതിനെല്ലാം വ്യത്യസ്തമായ കേരളമേളയിൽ ചില പ്രത്യേക സിനിമകൾക്ക് പ്രദർശനാംഗീകാരം നൽകിയില്ലെന്ന കേന്ദ്ര സാംസ്കാരിക വകുപ്പിന്റെ നിലപാടാണ് വിവാദത്തിനിടയാക്കിയത്. പലസ്തീൻ വിഷയം, കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് എന്നിങ്ങനെ സിനിമകൾക്കാണ് അനുമതി നൽകാതിരുന്നത്. 4 പലസ്തീൻ ഉൾപ്പെടെ 19 ലോക സിനിമകൾക്ക് പ്രദർശനാനുമതി നിഷേധിച്ചു. ലോകത്തെ പ്രമുഖ മേളകളിലും എന്തിന് കേരളമേളയിൽ തന്നെയും പ്രദർശിപ്പിച്ചവയും അനുമതി നിഷേധിച്ചവയിൽ ഉൾപ്പെടുന്നുവെന്നത് വിചിത്രമാണ്. ശക്തമായ സമ്മർദ്ദമുണ്ടായപ്പോൾ ചിലതിന് പിന്നീട് അനുമതി നൽകുകയായിരുന്നു. സാംസ്കാരിക രംഗം എന്നത് തങ്ങളുടെ ആശയ പ്രചരണത്തിന് മാത്രമുള്ള ഉപാധിയാണെന്ന പിടിവാശിയാണ് കേന്ദ്രം പിന്തുടരുന്നതെന്നത് ലോകോത്തര മേളകളുടെ ശോഭ കെടുത്താൻ മാത്രമേ സഹായകമാകൂ. സങ്കുചിതമായ രാഷ്ട്രീയ ധാരണകളോടെ മേളകളെ സമീപിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പിന്തിരിപ്പൻ സമീപനമാണ് ഇതിലൂടെ പ്രകടമായത്. ഇതിന്റെ ഫലമായി മേളയിലെ പ്രദർശനങ്ങൾക്ക് നേരത്തെ നിശ്ചയിച്ച സമയക്രമങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നു. ചിലവയ്ക്ക് നിശ്ചയിച്ച സമയക്രമം കഴിഞ്ഞ് അനുമതി ലഭിച്ചപ്പോൾ പുതിയ സമയക്രമം നിശ്ചയിക്കുന്നതിനും പ്രയാസങ്ങളുണ്ടായി. എങ്കിലും വലിയ ആശയക്കുഴപ്പങ്ങളും പോരായ്മകളും ഇല്ലാതെ മേള മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സംഘാടകർക്ക് സാധിച്ചു.